ടോക്കൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് എടുത്തപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനെടുത്ത് കൈ പിടിച്ചത് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് സിസ്റ്റർ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സിസ്റ്റർ ചോദിച്ചു മാതാവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഞാൻ ആരും നോക്കുന്നില്ല. എൻ്റെ കയ്യിൽ എന്തായിരിക്കണേ, എന്താണത്, എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത് പിടിച്ചിട്ട് നിന്നപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു നിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് മാതാവായിരുന്നു. അപ്പോഴേ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ എടുക്കാൻ യോഗ്യതയാണോ എന്ന് ചോദിച്ചതിന് എനിക്കിവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് സിമ്പിൾ അതായിരുന്നു. ഞാൻ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഇത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മാതാവിനെ തന്നു. മാതാവിനെ പിടിച്ച് ഞാനിവിടെ വന്നു. ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ തിരിച്ചു പോകാൻ നേരത്ത് ബസ് കയറി പോകാൻ നേരത്ത് എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഫ്രണ്ട് സീറ്റ് തന്നെയായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ആ ചേച്ചി വന്നിട്ട് എന്നെ ഭയങ്കര ഭയങ്കര പരിചയമുള്ള മാതിരി ആ ചേച്ചി എന്നെ കണ്ട് ആസ്വദിക്കുന്ന മാതിരി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച ഇതെന്താ, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുമാതിരി വ്യത്യസ്തമായി തോന്നി. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ നോക്കുന്ന എന്താണെന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു കൃപാസനം വന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ കൃപാസനം വന്നാണ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മളും ചോദിക്കണമല്ലോ എന്നുള്ള രീതിക്ക് ഞാനും ആളുടെ അടുത്ത് ചോദിച്ചു എവിടെ വന്നാന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ആലപ്പുഴയിൽ എന്തോ അഡ്മിഷന് വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ അതോടെ വിട്ടു. അതിനുശേഷം ഞാൻ എന്തോ ഇങ്ങനെ ഉറങ്ങി വീണപ്പോൾ ആളെൻ്റെ കവിളത്ത് ഇങ്ങനെ പിടിച്ചു, തല ഇടിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ കൈ പെട്ടെന്ന് തട്ടിമാറ്റി. അത് കഴിഞ്ഞ് ആൾ ചിരിക്കുക തന്നെ ചെയ്യുന്നത്. ആളെൻ്റെ അടുത്ത് ചൂടാവുക വേറെ രീതിക്കൊന്നും നോക്കല്ല, ചിരിച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് കഴിഞ്ഞപ്പോഴേക്കും ആൾ പിന്നെ എൻ്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തു. മാതാവായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് മനസ്സിലായില്ല. മാതാവായിരുന്നല്ലേ എന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു മാതാവായിരുന്നില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായി മാതാവിനെ പിടിച്ചതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ മാതാവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ആളിതൊക്കെ ചോദിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് കയറിയതാന്ന് പറഞ്ഞു, ഞാനിവിടെ കൃപാസനത്തിൽ നിന്ന് കയറിയതാണ്, ഞാനിവിടെ ഉടമ്പടി എടുത്ത കാര്യം ആൾക്കറിയില്ല, ഞാൻ മാതാവിനെ പിടിച്ച ആൾക്കറിയില്ല. പക്ഷെ ആളെൻ്റെ അടുത്ത് ചോദിച്ചത് നീ മാതാവായിരുന്നല്ലേ എന്നാണ്. അതിലെനിക്ക് എന്തോ ഒരു അപാധ തോന്നി. ഞാൻ വിട്ടു. എനിക്കപ്പോൾ അറിയില്ല, മറ്റതൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് ചോദിച്ചു എന്താ അമ്മയെ കൊണ്ടുവരാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെയാണ് ഇവിടെ വരാറ്. അന്നൊരു ദിവസം മാത്രമാണ് അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നത്. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു അമ്മേനെ എന്താ നീ കൊണ്ടുവരാഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മക്ക് ലീവ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ലീവ് ഇല്ലെങ്കിലും മാതാവിന് വേണ്ടി വരാൻ പറ്റില്ലേ എന്ന് വെച്ചു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ചിരിച്ച് അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ആളെൻ്റെ അടുത്ത് ഇത്രയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അമ്മയുടെ വല്ല കൂട്ടുകാരിമാരായിരിക്കും എന്നുള്ള രീതിക്ക് ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു അമ്മേനെ അറിയുമോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആലുവ, എൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആലുവയിൽ എവിടെയാണെന്ന് ചോദിച്ചു, അതും പറഞ്ഞു. പക്ഷേ ദൂരമുണ്ട്, ഞങ്ങളുടെ അടുത്തൊന്നും ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനെല്ലാം വിട്ടു. ഞാൻ വേറൊന്നും ആളുടെ അടുത്ത് ചോദിക്കുന്നില്ല, ആളുടെ പേരെന്താണെന്നോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ആളുടെ കൂടെ ആരുണ്ടെന്ന് വെച്ചപ്പോൾ ആൾ അമ്മയുണ്ടെന്ന് പറഞ്ഞു മുന്നോട്ട് കൈ ചൂണ്ടി കാണിച്ച്. വേറൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞാൻ വീട്ടിൽ വന്നിങ്ങനെ അമ്മയടുത്ത് പറഞ്ഞപ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് പറയുന്നത് മാതാവ് കൂടെ സഞ്ചരിക്കും, ഉടമ്പടി എടുത്തവരുടെ കൂടെ അമ്മ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ്. കാരണം ഒരു ചിരിച്ച ഫേസ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു മുഖം അത് അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാതാവിനെ ഞാൻ എടുത്ത കാര്യം ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരാൾക്ക് അത് എങ്ങനെ അറിയാം എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോയി. തിരിച്ച് കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് എത്തിക്കാൻ റൂമിൽ